തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമേ, ആകാശമേ ചെവി തരിക, ഭൂമിയെ കേൾക്കാം. യഹോവ നിങ്ങളോട് സംസാരിക്കുന്നു. യഹോവയായ ദൈവം മോശെ മുഖാന്തരം എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ച പാട്ട് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അതവർക്ക് വായ്പാടമാക്കി കൊടുക്കുക. ആവർത്തനം 31-29-30 വാക്യങ്ങളിൽ കൂടി മോശെ ഇപ്രകാരം പറയുന്നു: എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറിക്കളയും എന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നതുകൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശെ ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു. പുതിയ ഇസ്രായേലായ ദൈവജനമേ, പഴയ ഇസ്രായേലിനെ പോലെ വഷളത്വം പ്രവർത്തിക്കാതെ, കർത്താവ് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറാതെ, അവൻ അനിഷ്ടമായുള്ളത് ചെയ്യാതെ, യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിൽ വസിച്ച് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുക. അങ്ങനെയുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.